ശരി, ശ്രീ പണിക്കർ, കോൺഗ്രസ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിലുള്ള ക്ലാരിഫിക്കേഷനാണ് ശ്രീ അനിൽ ബോസ് ഇവിടെ നൽകിയത്. അതിൽ ചില കോൺഗ്രസ് നേതാക്കൾ എതിർപ്പൊക്കെ പറയുന്നുണ്ട്, തരൂരിനെ പോലെയുള്ളവരൊക്കെ. പക്ഷേ അത് കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ശ്രീ പണിക്കർ, താങ്കളുടെ മറുപടി ശ്രീ. അല്ല, എനിക്ക് അദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. മഞ്ജുഷ ചോദ്യം അല്ല, അതിനുള്ള മറുപടിയുണ്ട്. അനിൽ ബോസ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ, അതിനുള്ള മറുപടി. നോക്കൂ, ഇതിൽ അദ്ദേഹം ശ്രീ അനിൽ ബോസ് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് റാലിക്ക് എന്തോ പോയി എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. കാരണം അദ്ദേഹം പോയത് ബീഹാറിൽ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങാണ്, അതല്ലാതെ BJP സ്പോൺസറായിട്ടുള്ള ഒരു പരിപാടി അല്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോയത്. ശ്രീജിത്തെ സോറി, അല്ല, ഞാൻ മറുപടി പറയുന്ന സമയത്ത് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശ്രീജിത്ത് എനിക്ക് ബ്രദർലി അഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇല്ലില്ല, അങ്ങയോട് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ചോദിക്കുകയാണ്. ഡിബേറ്റിൽ താങ്കളെ ഞാൻ മുന്നോട്ടുള്ള സമയത്ത് ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ ചോദിക്കുന്നത്, വിദേശ രാജ്യത്തുനിന്ന് മടങ്ങി വന്ന പ്രധാനമന്ത്രി പോകേണ്ടത് ഓൾ പാർട്ടി മീറ്റിംഗിലും പഹൽഗാം സംഘത്തിന്റെ അന്തരീക്ഷത്തിൽ അതിനാണോ പോകേണ്ടത്? സർക്കാരിന്റെ ഏതെങ്കിലും പ്രാദേശികമായി തീരുമാനിച്ചിരിക്കുന്ന പരിപാടിക്ക് അല്ലെങ്കിൽ രാജ്യത്ത് തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി ഉദ്ഘാടനത്തിലാണോ പോകേണ്ടത്? അതൊന്ന് ക്ലാരിറ്റി വരുത്തി പോയാൽ കൊള്ളായിരുന്നു. അല്ല, അതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. കാരണം ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നത് ഡിഫൻസ് മിനിസ്ട്രിയാണ്, പ്രധാനമന്ത്രി അല്ല. അതാണ് താങ്കൾക്ക് പറ്റിപ്പോയ രണ്ടാമത്തെ അബദ്ധം. അതായത്, നമുക്കറിയാമല്ലോ, നമ്മൾ രാജ്യത്തുള്ള ആൾക്കാരുടെ പൊസിഷൻ നമ്മൾ പറയുമല്ലോ. പൊസിഷൻ പറയുന്ന സമയത്ത് ഒന്നാമത് പ്രധാനമന്ത്രി, രണ്ടാമത് പറയുന്നത് ആരെയാണ്? ഡിഫൻസ് മന്ത്രിയെ അല്ല നമ്മൾ പറയുന്നത്, ഹോം മിനിസ്റ്ററെയാണ്. ഹോം മിനിസ്റ്റർ ആരാണ്? അമിത്ഷായാണ്. നമ്മൾ പിന്നീട് പറയുന്ന സമയത്താണ് ആഭ്യന്തരമന്ത്രിയെ പറ്റി പറയുന്നത്, വിദേശകാര്യമന്ത്രിയെ പറ്റി പറയുന്നത്, ധനമന്ത്രിയെ പറ്റി പറയുന്നത്. ഇതാണ് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോർട്ട്ഫോളിയോ എന്ന് താങ്കൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ഇല്ല എങ്കിൽ അവിടെ രണ്ടാമതുണ്ടായിരുന്ന അമിത്ഷാ ആയിരിക്കണം ആ യോഗം ചെയർ ചെയ്യേണ്ടത്. പക്ഷെ അമിത്ഷാ അല്ല ചെയർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നതും അത് നടത്തിയിരിക്കുന്നതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അതുകൊണ്ട് ആ മീറ്റിംഗ് ചെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ്, രാജ്നാഥ് സിംഗ് ആണ്. അതിൽ പങ്കെടുത്തിരിക്കുന്ന ഗവൺമെന്റ് ലൈനിലെ നമ്പർ 2 ആയിട്ടുള്ള അമിത്ഷാ ഒരംഗമായിട്ടാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്, അതല്ലാതെ ചെയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹമല്ല. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് അല്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് സർക്കാരിന് തോന്നിയിരുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ മാറ്റിവെച്ചുമില്ല. ആഭ്യന്തരമായിട്ടുള്ള എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. അത് അവിടെ മാത്രമല്ല, താങ്കൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ പെഹൽഗാം സംഭവം നടന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇവിടെ വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോയതാണ്. ആഭ്യന്തരമായിട്ടുള്ള ഒരു പരിപാടിയും ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തില്ല. ആകെ ക്യാൻസൽ ചെയ്തിരുന്നത് പ്രധാനമന്ത്രിയുടെ യൂറോപ്യൻ സന്ദർശനം മാത്രമാണ്. അതായത് അദ്ദേഹം എല്ലാ സമയത്തും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരൊറ്റ ധാരണ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നത്. അതല്ലാതെ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നില്ല ആ സമയത്ത്. അത്രത്തോളം കൺട്രോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നതിൽ ഒന്നും തന്നെ ഒരു അർത്ഥവുമില്ല. കാരണം അത് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്, അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് PMO അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, താങ്കൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഈ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ പരിപാടിയാണ്. അതല്ലാതെ അത് ഒരിക്കലും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെ പരിപാടി അല്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, ശാഖയിൽ പോയിരിക്കുന്ന ആൾക്കാരല്ല പ്രതികരിക്കേണ്ടത്. ശാഖയിൽ പോയാലും ഇല്ലെങ്കിലും ഓരോരോ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് പ്രതികരിച്ചത്. ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന പ്രതികരണം പോലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി S ജയശങ്കറിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് ഒരു മീഡിയേഷനും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൈലാറ്ററൽ ടോക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒരു മീഡിയേഷനും ഒരാളെയും നമ്മുടെ രാജ്യം തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുകയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത് റീഐറ്ററേറ്റ് ചെയ്യുന്നതാണ് ഗവൺമെന്റിന്റെ പൊസിഷൻ. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ സീസ് ഫയർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മളോട് ആദ്യം പറയുന്നത് വിക്രം മിശ്രയാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്, എങ്ങനെയാണത് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന് DGMOയിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. നമ്മുടെ DGMO തലത്തിൽ തന്നെയാണ് അത് റെക്ടിഫൈ ചെയ്തിരിക്കുന്നത്. സൈന്യമാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ്. അത് ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അക്കാര്യത്തിൽ ഉണ്ട്. കാരണം 2021 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തൊട്ടു മുമ്പ് വെടിനിർത്തൽ കരാറിലേക്ക് പോയിരുന്ന സമയത്തും DGMO തലത്തിൽ തന്നെയാണ് അത് പരിഹരിക്കപ്പെട്ടത്. അങ്ങനെ എന്തെങ്കിലും സംഘർഷമുണ്ടെങ്കിൽ, ഇതൊരു യുദ്ധമല്ല,
ഒരു സംഘർഷമുണ്ടെങ്കിൽ ആ സംഘർഷം പരിഹരിക്കേണ്ടുന്നത് ഇങ്ങനെയുള്ള DGMO തലത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തലവന്മാർ തമ്മിൽ സെക്യൂർ ഹോട്ട്ലൈൻ ഉള്ളതുപോലെ തന്നെ DGMO ടു DGMO സെക്യൂർ ഹോട്ട്ലൈൻ ഉണ്ട്. ആ ഹോട്ട്ലൈനിൽ അവർ ബന്ധപ്പെട്ടു, അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, നമ്മൾ അവരുടെ പ്രൊപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് കാര്യം, അത് വെറും ചെസ് തമ്പിങ് മാത്രമാണ്. ഒന്ന് 1971 ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് ഇന്ത്യയുടെ പൊസിഷനിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വിവരിക്കാനായിട്ട് ശ്രീ അനിൽ ബോസ് അടക്കം ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പത്രസമ്മേളനം മുതൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന് ദിവസം രാവിലെ നടത്തിയിരുന്ന പത്രസമ്മേളനം വരെയും ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നായിട്ടും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്പോക്സ് പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്തില്ല, പാകിസ്ഥാൻ പീസിന് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിന് സമ്മതിക്കും എന്നാണ്. അപ്പോൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇവരുടെ ഇടപെടലോടുകൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ നോക്കൂ, ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യുകയാണ്, ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുകയും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല എന്ന് പറയുകയും അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളെ ട്രേഡ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു മടക്കി കുപ്പിയിലാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഞാൻ ശ്രീ അനിൽ ബോസിനൊപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ അന്ന് പീസ് ബ്രോക്കർ വരുന്ന സമയം അല്ലെങ്കിൽ സീസ് ഫയർ വരുന്ന ദിവസം രാവിലെ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിലടക്കം ഓരോ തവണയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടേത് നോൺ എസ്കലേറ്ററി ആണ്, നമ്മൾ യുദ്ധത്തിലേക്ക് പോകില്ല, പാകിസ്ഥാൻ അംഗീകരിക്കുമെങ്കിൽ നമ്മൾ സമാധാനത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇന്ത്യയുടെ പൊസിഷൻ സാക്രിഫൈസ് ചെയ്യപ്പെട്ടത്? എവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതുകൊണ്ട് മാത്രം നമ്മളുടെ ഒരു തീരുമാനം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ശ്രീ അനിൽ ബോസ് പോലും പറഞ്ഞിട്ടില്ല. അല്ല, DGMO തലത്തിലാണ് ചർച്ച നടന്നത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും പറഞ്ഞതാണ്. ട്രംപിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. ബാക്കി എങ്ങനെയാണ് ഈ വെടിനിർത്തലിലേക്ക് വന്നത്? പാകിസ്ഥാൻ ഇങ്ങോട്ട് അപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞതാണ്. മഞ്ജുഷ് അത് പല തലത്തിൽ പറഞ്ഞു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്രം മിശ്രയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഒന്ന്. രണ്ടാമത്, തൊട്ടടുത്ത ദിവസം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ DGMO തന്നെയാണ്. അതായത് അദ്ദേഹം ഇതിലെ ഫസ്റ്റ് പാർട്ടിയാണ്, അദ്ദേഹത്തിനാണ് ഈ കോള് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സമയത്തിന്റെ ടൈം ലൈനും കാര്യങ്ങളും രാവിലെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് 3:35 വിളിക്കുന്നു, സംസാരിക്കുന്നു, 5 മണി മുതൽ എന്ന് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. മൂന്നാമത് ഈ കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ വക്താവാണ്, രൺധീർ ജയ്സ്വാളാണ്. അദ്ദേഹവും ഇതേ ടൈം ലൈൻ പറയുന്നു, നരേന്ദ്രമോദി പറയുന്നു, എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ S ജയശങ്കർ പറയുന്നു, എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥരിലെ ടോപ്പ് ബ്രാസിലുള്ള ആൾക്കാർ, സൈന്യത്തിന്റെ ആൾക്കാർ, ഇവരെല്ലാവരും പറഞ്ഞതിന് ശേഷവും കോൺഗ്രസ് ഇപ്പോഴും പിടിച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോയപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? അതുവരെ ട്രംപ് പറഞ്ഞിരുന്നത് ഐ മീഡിയേറ്റഡ് ദിസ്, ഞാനാണിത് ഈ യുദ്ധം അവസാനിപ്പിച്ചത്, 4 വർഷം വരെ പോകാമായിരുന്ന ന്യൂക്ലിയർ വാറിലേക്ക് പോകാമായിരുന്ന യുദ്ധത്തിനെ ഞാൻ അവസാനിപ്പിച്ചു, ഐ ഡിഡ് ഇറ്റ് എന്നാണ്. ഇന്നലെ ഖത്തറിൽ വെച്ച് പറഞ്ഞത് കോൺഗ്രസ്സുകാർ കേട്ടില്ലേ? ബാക്കി എല്ലാം കോൺഗ്രസ്സുകാർ കേട്ടു. ഖത്തറിൽ വെച്ചിട്ട് ഇന്നലെ പറഞ്ഞത് എന്താണ്? ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. അത് കേട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ട്രംപ് തിരുത്തിയിട്ടില്ലല്ലോ എന്നാണ്. ട്രംപ് തിരുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇത് ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് ഒരു മധ്യസ്ഥൻ ഉണ്ടാവുക? മധ്യസ്ഥൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീ അനിൽ ബോസിനെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അങ്ങിപ്പോ പറഞ്ഞതാണ് അങ്ങ് ഇടപെടില്ല എന്ന്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല, മുന്നോട്ട് സംസാരിക്കുമ്പോൾ ഇല്ല കഴിഞ്ഞില്ല. ഞാൻ പറയുകയാണ്. ഞാൻ മഞ്ജുഷിനോട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ശരി, ഞാൻ നിർത്തിയിട്ടില്ല, ഞാനത് പറയാം. അതായത് ഒരു പീസ് ബ്രോക്കറിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഒരു കോൺഗ്രസ്സുകാരന് പറഞ്ഞു മനസ്സിലാക്കേണ്ടുന്ന കാര്യം എനിക്ക് വലിയ അതിശയമായിട്ടാണ് തോന്നുക. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു മിഡിൽമാനെ കൊണ്ടുവന്ന് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. 1971 പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ശ്രീ അനിൽ ബോസ് ഓർക്കേണ്ടത് 1965 കുറിച്ചാണ്. 65 ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് UN ഇടപെട്ടു, പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു. അതിലെ മിഡിൽമാൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനാണ്. അലക്സി കസിഗിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ ആണ് അതിൽ ഈ കണ്ടീഷൻസ് രണ്ട് രാജ്യത്തിനോടും ചർച്ച ചെയ്യുന്നത്.
ചർച്ച ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ആൾക്കാരെയും വിളിക്കുന്നത് താഷ്കണ്ടിലേക്കാണ്, സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള താഷ്കണ്ടിലേക്കാണ്. അവിടെ പോയിട്ടാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയും എനിക്കൊന്ന് അയൂബ് ഖാൻ ആണെന്ന് തോന്നുന്നു അവരൊക്കെ തന്നെ ഇതിൽ ഒപ്പിടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നത്. അതാണ് മധ്യസ്ഥൻ. അതായത് മധ്യസ്ഥൻ വരുന്നത് ഒരു തർക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടാൾക്കാരും കൂടി ചേർന്ന് ഒരാളിനെ അപ്പോയിന്റ് ചെയ്യുകയും അയാൾ വന്ന് ഈ രണ്ടാൾക്കാരോടും മറ്റേയാൾ നിങ്ങൾ ഇത്ര ചെയ്തു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, അതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോമൺ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ് മധ്യസ്ഥൻ എന്ന് പറയുക. മറ്റുള്ള ഒരാൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ ഒരാളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് മധ്യസ്ഥതയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് എസ് ജയശങ്കർ, കോൺഗ്രസിന്റെ ശശി തരൂർ തന്നെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. ജയശങ്കറിന്റെ ട്വീറ്റ് നോക്കൂ എന്നാണ് ശശി തരൂർ പറയുന്നത്. ഓരോ ദിവസവും അമേരിക്ക, ബ്രിട്ടൻ, പിന്നെ നോർവേ, GCC രാജ്യങ്ങൾ, OICയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൂടുതലായിട്ടുള്ള പിന്നെ മുസ്ലിം രാജ്യങ്ങൾ, പിന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, ഇവരിൽ ആരോടൊക്കെയാണ് ഓരോ ദിവസവും സംസാരിച്ചതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നും ഔദ്യോഗികമായിട്ട് ഒന്നും ഒളിച്ചു വെക്കാനില്ലാതെ വിദേശകാര്യമന്ത്രി അന്ന് മുതൽ ഡെയിലി പറയുന്നുണ്ട്. ഒന്നിലധികം തവണ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പൊ അമേരിക്കയോടോ നോർവേയോടോ ഒരു ദിവസത്തിൽ 2 തവണ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഓരോന്നിലും അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പൊസിഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ദിസ് വിൽ ബി നോൺ എസ്കലേറ്ററി, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ യുക്രൈനും റഷ്യയും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഇസ്രായേൽ അടക്കം പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിലേക്ക് പോകൂ എന്ന്. അങ്ങനെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ടാവും, അതാരും തർക്കിക്കുന്നില്ല. ശശി തരൂർ പോലും പറഞ്ഞത് എന്താണ്? ഞങ്ങളും അങ്ങനെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടാകും, മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ടാകും, JD വാൻസ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ പേരിൽ ഒരാൾ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. റഷ്യ പറഞ്ഞു ഞങ്ങളാണ് പീസ് ബ്രോക്കർ ചെയ്തത്. പക്ഷെ റഷ്യ ഈ 2 രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത് എന്താണ്? ചൈനയോട് ഇന്ത്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? ചൈന ഈ 2 രാജ്യങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്താണ്? ബംഗ്ലാദേശ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. എല്ലാ രാജ്യങ്ങളും ഈ 2 രാജ്യങ്ങളോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോകരുത്, നിങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ്. ആ ഒരു തീരുമാനം നിശ്ചയമായിട്ടും അത് ഉണ്ടാകുമ്പോൾ മറ്റാരും അറിയിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ ഉറപ്പായിട്ടും അമേരിക്കയെ അറിയിക്കും. ആ ഇൻഫർമേഷൻ കിട്ടുകയും നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ഡിക്ലറേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നറിഞ്ഞപ്പോൾ ശശി തരൂർ വ്യക്തമായി പറഞ്ഞതുപോലെ അതിന്റെ ക്രെഡിറ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനർത്ഥം അദ്ദേഹത്തിനെ ആര് അപ്പോയിന്റ് ചെയ്തു എന്നാണ്? ഒരു മിഡിൽമാനെ വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു ധാരണയില്ലേ? ഒരു തർക്കം മധ്യസ്ഥതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിഡിൽമാനെ വെക്കുന്നതിന് ഒരു രീതിയൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ഒരു രീതി ഇവിടെ ഇല്ലല്ലോ. ഈ 2 ആൾക്കാരും അത് പറയുന്നില്ലല്ലോ. ഇന്ത്യ ഒരു സമയത്ത് പോലും ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് അത് പറയുന്നത് ആരാ? പാകിസ്ഥാനാണ്. എല്ലായ്പ്പോഴും പാകിസ്ഥാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം പാകിസ്ഥാന്റെ പൊസിഷൻ അവിടെ കോംപ്രമൈസ് ആവാതിരിക്കാൻ വേണ്ടി അവരാണ് ഒരുപക്ഷെ ഈ രീതിയിലത്തേക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ അല്ല. അത് ഇത്രയും തവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശാഖയിലുള്ള ആളല്ല. വിദേശകാര്യ വക്താവ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിദേശകാര്യ വക്താവിന്റെ ചുമതലകളുണ്ട്, രൺധീർ ജയ്സ്വാളിന്റെ ചുമതലകളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ ഒരാളെങ്കിലും മിസ്റെപ്രസെന്റ് ചെയ്യുകയോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തേണ്ടത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവാണ്. ശാഖയിൽ പോയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ റോളാണ്. അപ്പൊ അതൊരു ഹൈക്കമാൻഡ് കൾച്ചർ അല്ല. എല്ലാത്തിനും ഒരാൾ മാത്രം പ്രതികരിക്കണം എന്നുള്ള ഹൈക്കമാൻഡ് കൾച്ചർ അല്ല, മറിച്ച് ഇവിടെ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ജോലി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. ശരിയാണ് അനിൽ ബോസ്, അവിടെയും നിങ്ങൾ ഇപ്പോഴും ട്രംപ് പറയുന്നത് എന്താണ് എന്ന് നോക്കി